അതെ, ലീറ്ററാ ഫൈനലി ലീറ്റർ എടുക്കാൻ പോവാണ് നമ്മൾ ഗെയ്സ്. യെസ്. അയ്യോ അയ്യോ നോക്കിയോ ഇല്ല. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വളരെ സിമ്പിളായിട്ട് എൻ്റെ ഡ്രാഗനെ കൊന്നു. ഈ എപ്പിസോഡിൽ നമ്മൾ ഫൈനലി നമ്മൾ ഇതിനെടുക്കാൻ പോണ്, ലീറ്റർ എടുക്കാൻ പോണ്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കാണാം. അത്രക്കും കിഡിൽ എപ്പിസോഡാണെന്ന് ഞാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ അഭിപ്രായം താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതിനാണ് അവിടെ കമൻറ്റ് ബോക്സൊക്കെ വെച്ചിരിക്കുന്നത്. പിന്നെ ഗൈസ്, ചില കമൻ്റ് ഒന്നും കാണാൻ പറ്റണില്ല, എന്താണെന്ന് അറിയില്ല. കഴിഞ്ഞ എപ്പിസോഡിലിട്ട വളരെ ചില കമൻ്റൊന്നും കാണാൻ പറ്റുള്ള, എന്താ കാരണം എന്നറിയില്ല. അപ്പോൾ ജസ്റ്റ് അറിയണ പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളെന്തായാലും കൈസ് ഇങ്ങോട്ട് എത്തിക്കണേ. നമുക്ക് ഇവിടെ ചെയ്യാണ്ട് റെൻഡർ ഡിസ്റ്റൻസ് ഒന്ന് കൂട്ടിയിട്ടൊക്കെ എന്താ പാടുക, എന്തെങ്കിലും കാണാൻ പറ്റുക. അപ്പോൾ ഇതുവരെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും ഒന്നും കാണില്ല. അപ്പോൾ ഇവിടെ ഒന്നുമില്ല തോന്നുന്നു. മിക്കവാറും ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്യേണ്ടി വരും. അയ്യോ, നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത സീരീസിലൊക്കെ ഡേ കണ്ടടേ ഡേ അല്ലേ. അയ്യേ പോർട്ടല് ഞാൻ വലിയ ഇതിൽ ഡേ കണ്ടടേ എന്നൊക്കെ പറയാ പറയും. ഏതാ പോയി ഇത്രയും ഫുള്ളിലിട്ടിട്ട് ഒരൊറ്റന്ന് പോലും കാണില്ലല്ലോ. 22 റെൻഡർ ഡിസ്റ്റൻസ് നമ്മൾ ഇട്ടുള്ളത് ഗൈസ്. ആരെങ്കിലും ലൈക്ക് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒന്ന് കമൻറ്റ് ചെയ്തുകൊണ്ട് മോട്ടിവേഷൻ ചെയ്യുക. അങ്ങനെയൊക്കെ പല പല കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഉപകാരങ്ങളുണ്ട്. പറ്റുന്നവർ ജസ്റ്റ് ഒക്കെ ഒന്ന് അത് ചെയ്യുക, അത്ര തന്നെ. അപ്പോൾ ഗൈസ് എന്തായാലും നമുക്ക് എന്തും കാണില്ല ഇവിടെ. ഇപ്പോൾ അതിന് ഒരു ഡൗട്ട്. അതല്ല, ഇപ്പോൾ വെച്ച് തോന്നുന്നു നമുക്ക് ഒരൊറ്റ പൊസിഷൻ തന്നെ പിടിച്ച് പോകാം. അതിന് ഇനി അല്ലാതെ വേറൊരു വഴിയില്ല. ഓക്കെ, പിന്നെ എന്താണ് കഴിഞ്ഞ എപ്പിസോഡത്തെ ആ കമൻറ്റ് കാണാൻ പറ്റാത്തതെന്നില്ല കാരണം എന്ന് വെച്ചറിയില്ല. അതെന്താ എന്തായാലും കാട്ട്, അത് നമുക്ക് നോക്കണ്ട. അപ്പോൾ അറിയണമല്ലോ, ഞാൻ പിന്നെയും പറയാം, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക എന്താ കാരണം എന്ന്. ഇപ്പോൾ ഒരു സിറ്റി എവിടെ നിന്ന് കണ്ടുപിടിച്ച, ഇത് ഒരുപാട് ലോങ് പോകാൻ ചാൻസ് ഉണ്ട് മിക്കവാറും. കേട്ടോ, നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അതും എല്ലാവരും പറയും. നിങ്ങളുടെ ഒപ്പീനിയൻ അനുസരിച്ചേക്കും ഞാൻ മുന്നോട്ട് പോകുന്നത്. ഈ ഇലക്ട്രിക് കൂടി കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം സിമ്പിളാവും എന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പം എന്തായാലും അങ്ങനെ തിരഞ്ഞുകൊടുക്കാനാണ്, അധികമൊന്നും പോന്നിട്ടില്ല. ഇങ്ങനെ തന്നെ ഇങ്ങനെ കണ്ടുപിടിക്കണം. അയ്യോ, ഞാൻ എവിടുക്കൊന്നുമില്ലാതെ ഇങ്ങനെ വെറുതെ ഞാനിപ്പോൾ തൽക്കാലം ഈ ഇതിനായിട്ട് ചുറ്റി പറ്റി കിടക്കണ ഓരോ ഐലൻഡില്ല, അങ്ങോട്ടൊക്കെ ഒന്ന് പോയോക. അല്ലാതെ നടക്കൂല. ഈ എൻഡർമാൻ്റെ ശല്യം ഇവിടെ ഇല്ലെങ്കിൽ നമുക്ക് നേരെ വെക്കി അടക്കാം. ഇത് റെൻഡർ ഡിസ്റ്റൻസ് ഫുള്ളിൽ ഇട്ടിട്ടാണ്, ഇതിൽ ഫുൾ ചങ്ക് ഇട്ടുകണേ റെൻഡർ ഡിസ്റ്റൻസ്, എന്നിട്ട് ഒന്നും കാണില്ല. ഏതാ അപ്പോൾ അതൊക്കെ. പിന്നെ അടുത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അവരുടെയൊക്കെ ചെറിയ ഷുഗർ കെയിൻ ഫാം ഉണ്ടാക്കണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഒപ്പിച്ചും ചെയ്യാം. ഏത് അത് അപ്പോൾ വന്ന പോർട്ടലാണ്. അപ്പോൾ നമ്മൾ കറങ്ങി തിരിഞ്ഞ് ഇങ്ങോട്ടെത്തി. ഇനി ഇങ്ങോട്ടാ പോവാ. ഞാനെന്തായാലും ബ്രിഡ്ജിൽ അങ്ങോട്ട് പോകാം, അവിടേക്ക്. അത് ഏകദേശം അവിടേക്കല്ല, അങ്ങോട്ട് പോകണം. കുറച്ച് എൻട്രപ്പുകൾ കളക്ട് ചെയ്യണം. നമുക്കിപ്പോൾ അങ്ങോട്ട് ബ്രിഡ്ജ് ചെയ്ത് പോവാം. ഇപ്പത്തിനാ ടീ കറിഞ്ഞ എൻട്രപ്പുകൾ. ഞാൻ
കണ്ടോ ഒറ്റടിക്കാൻ അങ്ങോട്ട് ടെലിപ്പോർട്ട് ആവണോ. കണ്ട ഫാസ്റ്റാണ്, ഭയങ്കര ഫാസ്റ്റാണ്. യെസ് വി ഗോട്ട് ഇറ്റ്. യെസ് 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 യെസ്. അയ്യോ എൻ്റെ പൊന്നേ, ദേക്കോ ദേക്കോ. അപ്പോൾ കൈസ് ഇനി നമുക്ക് അങ്ങോട്ട് പോകണം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ബ്രിഡ്ജ് ചെയ്തിട്ട് പിന്നെ രണ്ടാമത് അങ്ങോട്ട് ബ്രിഡ്ജ് ചെയ്യാം. കുറേ ബ്രിഡ്ജ് ചെയ്യുമ്പോൾ അത് നമുക്ക് വെറുതെ ഇങ്ങനെ റിസ്ക് എടുക്കണേ. ഒരുപാട് അങ്ങോട്ട് ബ്രിഡ്ജ് ചെയ്ത് പോകണ്ട. ഇനി ഇവിടുന്ന് കൈ തട്ടിയാണ് നേരത്തെ ചാടിയാൽ പിന്നെ കണ്ടപ്പോൾ ഇരുമ്പ് ഫാസ്റ്റാണ്. അപ്പോൾ കൈസ് ഞാൻ അങ്ങോട്ട് തട്ടി കഴിഞ്ഞിട്ടോ. ഓ മൈ ഗാഡ്. ഇപ്പം ഇനി ഇവിടുന്ന് അങ്ങോട്ടും ബ്രിഡ്ജ് ചെയ്യണം. വേറെ സിറ്റി ഒന്നും ഇവിടെ അടുത്തില്ലല്ലോ. ഇല്ല തോന്നുന്നു. എന്തായാലും നമുക്ക് ഈ ഒരൊറ്റ ലൈറ്റർ കൊണ്ട് മാത്രമല്ല ഞാൻ പോകാൻ കരുതുന്നത്. ഒരു 2-3 ലൈറ്റർ എടുത്തിട്ടേ പോകണുള്ളൂ. വേറെ കാര്യം. ഞാൻ ഒറ്റ സ്റ്റാക്കുള്ളൂ. ഈ ഒരു സ്റ്റാക്ക് കൊണ്ട് അങ്ങോട്ട് എത്തുമോ? എത്തിയില്ലേ നമുക്ക് ഇവിടെ അങ്ങ് എത്തുണ്ടാവാം. ആദ്യം ഇവിടെ നോക്കാം, എന്നിട്ട് ഇങ്ങനെ പിടിച്ച് അതിട്ട് എത്തിക്കിട്ടണ്ടേ നമുക്ക്. മാക്സിമം അങ്ങോട്ടാക്കിയാണ്ട് വിട്ട് ഒരുപാട് വന്നു. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ലൈറ്റർ എടുക്കാം. കുരിശായാലോ ഇപ്പോൾ. ഇപ്പം മിക്കവാറും അടിച്ചടിച്ചാവും. പേള് കിട്ടി, മതി. പേള് കിട്ടി. പേളുടെ ഒരു കുറവുണ്ടായി. നമുക്കത് എടുക്കണം. അതിന് മുമ്പേ ഇവിടുന്ന് കുറച്ച് ഇത് കളക്ട് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിത് മേലേക്ക് വെച്ച് കയറാം. യെസ്, നമ്മൾ ഫൈനലി എലൈറ്ററിൻ്റെ തൊട്ടടുത്ത് എത്തിക്കണേ. ഇനി ഇറങ്ങാൻ എലൈറ്റർ കറ്റ പോക്ക പോകാം. ഓക്കെ, അതിന് മുമ്പ് ഈ ബ്രൂയിൻ സ്റ്റേഷൻ നിൽക്കട്ടെ വെച്ചിട്ട് ഓവർ പവർ ആയിപ്പോയി. ഓക്കെ, അങ്ങനെ പോവാ. എന്നിട്ട് 6 ആക്ക് മൂവ്മെൻ്റ് ഇടുക. അങ്ങനെ പോവാ. കട്ടി. വല്ലാത്തൊരു മൂവ്മെൻ്റ്. ഇവിടെ മറ്റേ സംഭവം ഉണ്ടാവില്ലേ മെഞ്ഞ ഈ ടെസ്റ്റർ പാക്കിൽ? അതും ഹൈഡാണോ? അപ്പോൾ ഗൈസ് നമ്മളെല്ലാവരും ഫസ്റ്റത്തെ ലൈറ്റർ എടുക്കാൻ പോവാണ് ഗൈസ്. ഐ ആം വെരി 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 ഹാപ്പി. അപ്പോൾ നിങ്ങളും ഹാപ്പി ആയിരിക്കണം. അപ്പോൾ നമ്മളെന്തായാലും ഫസ്റ്റ് എലൈറ്റർ എടുത്തിട്ടുണ്ട്. യെസ് 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 എലൈട്ര, വി ഗോട്ട് ഇറ്റ്. എലൈട്ര, യെസ് 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 യെസ്. കണ്ടു, തിളങ്ങുന്ന തിളക്കം കണ്ടോ? യെസ് യെസ്. അങ്ങോട്ട് ബാക്ക് നോക്കാം. കണ്ടോ? യെസ് യെസ്. കട്ടാ. അപ്പോൾ ഗൈസ് നമുക്ക് ഫൈനലി എലൈറ്റർ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ ഞാൻ നിൽക്കട്ടോ. ഇതിലെന്താ കയ്യിലിരിക്കട്ടെ. ഇതിലോ കയ്യിലിരിക്കട്ടെ. അയൺ സോഡാതെ. ഓക്കെ, നമുക്ക് 2 ഷൾക്കർ ഷെല്ല് കിട്ടിക്കണേ. ആദ്യം തന്നെ എൻ്റെ ജസ്റ്റ് എടുത്ത് ഇവിടെ വെച്ച്. അയ്യോ പൊട്ടത്തല്ലാതെ കാട്ടൂല. ഞാൻ ആ വുഡ് എടുത്ത് കൊടുന്ന എന്തിനാ ഇതേപോലെ ഷെല്ല് കിട്ടുമ്പോൾ അപ്പം തന്നെ ഇത് മറ്റേതാക്കാൻ. പക്ഷേ കൊടുക്കില്ല. നമുക്ക് എന്തായാലും ഇനി ആദ്യം തന്നെ അൺബ്രേക്കിങ്ങും മെൻഡിങ്ങും ഇതിൽ ആഡ് ചെയ്യാം. ഞാൻ മറ്റേ എടുത്തിട്ടില്ല. എന്താ പേര്? ഞാൻ വുഡ് എടുക്കാൻ മറന്നു. വുഡ് മറ്റേ ചെസ്റ്റിൽ വെച്ച് പോകുന്നു ഞാൻ വുഡൊക്കെ. അപ്പോൾ നമ്മളെന്തായാലും ഇതിലേക്ക് അൺബ്രേക്കിങ്ങും മെൻഡിങ്ങും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുൾ പവർഫുൾ ആയിക്കണ്. ഓക്കെ,
നമുക്ക് ഇനി പറക്കണം. അതിന് വേണ്ടി ഇതൊക്കെ കഴിച്ചിട്ട് ഇതൊന്നും വേണ്ടപ്പോൾ എൻട്രിപ്പിൾ കഴിച്ചിരുന്നോട്ടെ. ഇത് വേണ്ട, തോട്ടത്തിൻ്റെ ആവശ്യം ഇനി വല്ലാതല്ല. അപ്പോൾ ഇതൊക്കെ ഇത് തരുന്നുണ്ട്. ഇനി എൻട്രിപ്പിൾ ഇത് വെക്കേണ്ട സ്ഥലം ഇതാണ്, ഇതല്ല ഇത്. ഓക്കെ ഓക്കെ, ഇനി അത് ഇവിടെ വെച്ചു. അപ്പം ഇനി ഗൈസ് ഇനി നമുക്ക് പോകാൻ നോക്കാം. പോയിട്ട് ഞാൻ വേറെ ഒരുപാട് കണ്ടുപിടിക്കട്ടെ. അതിന് മുമ്പേ നമുക്ക് ഇവിടുന്ന് ഹെഡ് എടുക്കണ്ടേ? ഡ്രാഗൻ്റെ ഹെഡ് എടുത്തിട്ട് പോവാം. അയ്യോ ഇവിടെ അല്ലല്ലേ. ശരി, ഡ്രോപ്പ് ചെയ്തില്ല. നമ്മൾ പതുക്കെ പതുക്കെ പറന്നുകൊണ്ട് കാണുമ്പോൾ അയ്യോ ഗൈസ് നമ്മളങ്ങനെ പതുക്കെ പതുക്കെ പറക്കാണ് ഗൈസ്. യെസ്, അങ്ങനെ ഫസ്റ്റ് തന്നെ നമ്മൾ പറന്നിരിക്കണം. അങ്ങനെ നമ്മൾ ഇനി റോക്കറ്റ് വെച്ച് ശരിക്കും പറക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവരും കണ്ടോളി. യെസ് 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 യെസ്. ഇനി ഇതിന് നമുക്ക് ഷെല്ലൊക്കെ എടുക്കണം. അപ്പോൾ ഞാൻ അതൊക്കെ ഡേ അടുത്തെൻ്റെ സിറ്റി എടുത്ത് തന്നെ കണ്ടോ, നമ്മൾ ബാക്ക് തന്നെ കണ്ടോ, അവിടെ തന്നെ ഒരു എൻ്റെ സിറ്റി. എൻ്റെ തൊട്ടപ്പുറത്ത് ഇവിടെ തന്നെ ഒരു എൻ്റെ സിറ്റി. നമുക്കതായാലും ഇവിടുത്തെ ഇതുകൂടി എടുക്കട്ടെ. അവിടെ ഇട്ടത് ഏത് കിടക്കട അവിടെ ഗോൾ ഏതാ? ഇത് കൊടുക്കാം. ഇത് അതേപോലെ തന്നെ കുട്ടിയാ. ഒരടി കിട്ടി. രണ്ടെണ്ണം കിട്ടോ? പോയി. ഇപ്പം നമ്മൾ ഈ ലൈറ്റർ അങ്ങനെ എടുത്തിട്ടുണ്ട്. യെസ്, ഇതിൽ ഒരു ചെസ്റ്റ് പ്ലേറ്റ്, 2 ഡയമണ്ട്, ഒരു സോള്. ഗൈസ് നമുക്ക് എന്തെങ്കിലും ബാക്കിയാക്കും നടക്കട്ടെ. അപ്പോൾ ഈ ലൈറ്റർ നമുക്ക് ഇതിൽ വെക്കാം. അയ്യോ ചെസ്റ്റ് പ്ലേറ്റിട്ടാണ്. വുഡില്ല ഗൈസ്, വുഡ് ഉണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കാനും വുഡ് എടുക്കാൻ മറന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇത് ചെറിയൊരു വീഡിയോ ആയിരിക്കും ചിലപ്പോൾ. ചെറിയൊരു വീഡിയോ ആയിരിക്കും. ഞാൻ അതേപോലെ തന്നെ ഷൾക്കർ ഷെല്ല് കളക്ട് ചെയ്യുന്നത് നിങ്ങളെ കാണിച്ച് വെറുതെ ബോറടിപ്പിച്ചല്ലോ. അതൊക്കെ സിമ്പിൾ കാര്യമാണ്. അവന്മാരുന്ന് അടിയിട്ടും ഷേർത്തൊക്കെ പെട്ടെന്ന് ഹീലാക്കാലേ ഉള്ളൂ. കുറേ ഷൾക്കർ ഷെല്ലും അതേപോലെ തന്നെ ഒരു 3 ലൈറ്ററും കൂടി ഒപ്പിച്ചിട്ട് 3 4 ഞാൻ മിനിമം ഒരു 5 കയ്യിൽ കരുതൽ. അതൊക്കെ ഒപ്പിച്ചിട്ട് ഇതൊക്കെ സിമ്പിളാണ്. ഇപ്പോൾ ഇത്ര തന്നെ കണ്ടില്ലേ. ഇതേപോലെ തന്നെ ഇനിയൊക്കെ സിമ്പിളാണ്. ഒരു ലൈറ്റർ കിട്ടിക്കഴിഞ്ഞാൽ സിമ്പിളായിരിക്കും അടുത്ത ലൈറ്ററൊക്കെ കണ്ടുപിടിച്ചാൽ. അപ്പോൾ ഞാൻ ഇതൊക്കെ നിങ്ങളെ കാണിച്ച് ബോറടിപ്പിച്ചുള്ള അല്ല ഇവിടെ വെച്ച് നിർത്തണ്ട. ഞാനൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നിട്ട് അവിടെ നിന്ന് നിർത്താം. ഓക്കെ, അപ്പോൾ കാണാം. യെസ് ഗൈസ്, ഫൈനലി ഒരുപാട് 10,000 ബ്ലോക്ക് ട്രാവൽ ചെയ്തതിന് ശേഷം ഞാൻ എത്ര ലിറ്റർ, 1 ലിറ്റർ അതിൽ, പിന്നെ ഒരുപാട് ടൂൾസ്, പിന്നെ എൻ്റെ ജസ്റ്റ് 4 ലിറ്റർ, മൊത്തത്തിൽ 5 ലിറ്റർ കച്ചിലുണ്ട്. പിന്നെ ഒരു 5 ഡയമണ്ട്, പിന്നെ ചെസ്റ്റ് പ്ലേറ്റ്, ബൂട്ട്, സോഡ്, പിക്കാക്സ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ കൂടി ഒപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പിന്നെ 10,000 ബ്ലോക്ക് ദൂരം പോയതുകൊണ്ട് പക്ഷെ പോർട്ടൽ കിട്ടിയില്ല. എന്നിട്ട് ഞാൻ എന്താ കാട്ടിയാലും പോർട്ടൽ സ്പോണാവും. ഈ റാൻഡായിട്ട് അവിടെ ഇവിടെയൊക്കെ സ്പോണാവും. അത് തപ്പി പിടിച്ചാണ്ട് വന്നത് ഞാൻ. അപ്പോൾ ഫൈനലി നമ്മൾ ഗെയിമിൻ്റെ പകുതി ഫിനിഷാക്കിയാണ്. നമ്മൾ ഓവർവേൾഡിലുള്ള എല്ലാ കാര്യങ്ങളും ഫിനിഷാക്കിയതിന് ശേഷം നമുക്കത് തുടർന്ന് പോവാം. നിർത്തണില്ല, തുടരുകയാണ്. അപ്പോൾ ഗൈസ് നമുക്ക് ഇറങ്ങാം. യെസ്, അതെ, മൈൻക്രാഫ്റ്റ് ബെഡ്റോക്ക് എഡിഷൻ. ഇതൊക്കെ കഴിഞ്ഞു. ഒക്കെ സിമ്പിളല്ലേ? നിങ്ങളെന്താ പറയണേ? എല്ലാം സിമ്പിളായിരുന്നു. സിമ്പിൾ, അതെ. ഇനി
ഈ ലൊക്കേഷൻ ഒന്ന് എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണം. കണ്ട നമ്മളിവിടെ സ്പോണായിരുന്നു. ഞാൻ ജസ്റ്റ് ഈ ലൊക്കേഷൻ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കട്ടെ. ഓക്കെ, നമുക്ക് ഇത്തിരി വേണ്ട എന്തെങ്കിലും ഉണ്ടോ? ഒക്കെ വേണ്ട. പിന്നെ നമുക്ക് 49 ശൽക്കർ ഷെല്ല് കിട്ടിയിരിക്കണം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് തന്നെ കുറച്ച് ശൽക്കർ ഷെല്ല് ഉണ്ടാക്കിയിട്ട് പോകാം. അതുണ്ടാക്കാൻ എന്തൊക്കെയാ വേണ്ടേ? ശൽക്കർ എടുത്ത് വെച്ച് പിടിച്ചിട്ടുണ്ട്. ചെസ്റ്റാണ് വേണ്ടത്. ഓക്കെ, നമ്മൾ അതാ അതും കളയാ. പിന്നെ ഇത് കളയതീനെ വേണ്ട, ഒന്നും കളയണ്ട. ഇതെല്ലാം കൊണ്ടുപോകണം. ഓക്കെ, നമുക്ക് ഓരോ ശൽക്കറിലായിട്ട് ഓരോന്നെടുത്ത് വെക്കാം. ഇതും ഇതിഞ്ചാണ്. ഇതൊക്കെ സോർട്ട് ചെയ്ത് വെക്കണം. അതാണ് ഇനിയിപ്പോൾ ഒരു റിസ്ക്. ഓക്കെ, ഒന്ന് ഫുള്ളായി. ഇനി അടുത്ത ശൽക്കർ. എന്തൊക്കെ കുറേ ചവറുകളുണ്ട്. വേറെ കാര്യം ഇതിലെന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, ഇനി എൻ്റെ ചെസ്റ്റ് കൂടി, അതിലും കൂടി കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഇതൊക്കെ ജസ്റ്റ് അത്ര തന്നെ മതി. ഇതിൻ്റെ ഫോർച്യൂൺ പിക്കാക്സാണ്. ഇതിൻ്റെ ഷാവലും എന്താണ്, അതൊന്നും ആൾ വെക്കണ്ട. ഇതൊക്കെ ഇനി കളർ ചെയ്യണം. 2 ഹെഡ് നമ്മൾ കളക്ട് ചെയ്ത് 2 സൈഡിലൊക്കെ അതിന് സിമെട്രി. അപ്പോൾ ഗൈസ്, ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. നമുക്ക് ലെറ്റർ കിട്ടി. ഇനി അടുത്തത് എന്താ ചെയ്യേണ്ടതെന്ന് താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മളതിനനുസരിച്ച് ചെയ്യണതാണ്. അപ്പോൾ ബായ്.